കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ബാലന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അപ്പൊ അബിയുടെയും ജാനകിയുടെയും കഥയൊക്കെ ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാരും മറക്കാതെ അത് കയറി കാണണം കേട്ടോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ കാണിക്കുന്ന ബാലന്റെ ഫോണിലേക്ക് ധർമ്മം വിളിച്ചിട്ട് ആ കാര്യങ്ങളൊക്കെ പറയുവാണ്. അപ്പൊ ഹരി എന്ന് പറയുന്ന ആ കസ്റ്റമർക്ക് അയാൾക്ക് സാധനങ്ങളൊന്നും കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ അയാൾ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന്. ഇതെല്ലാം കേട്ട് ഞാൻ ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ടാണ് ബാല ഫോൺ കട്ട് ചെയ്യുന്നത്. ഗോമതി വന്നിട്ട് ചോദിച്ചു, എന്താ ബാലേട്ടാ, എന്താ കാര്യം എന്ന് ചോദിക്കാം. എന്ത് പറയാനാ, ഇങ്ങോട്ടും ട്രിപ്പ് വന്നപ്പോഴേ എനിക്കറിയായിരുന്നു ഇതുപോലെയൊക്കെ സംഭവിക്കുന്നുള്ളേ. കടയിലെ ഏറ്റവും നല്ല കസ്റ്റമറാ, അയാളാണ് നഷ്ടപ്പെട്ടിരിക്കണേന്ന് പറയാം. ഇത് കേട്ടത് ആര്യം വന്നിട്ടുണ്ട്, എന്താ വെച്ചാ കാര്യം, ഇനിയിപ്പോ ഒന്നും പറയാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. കസ്റ്റമർ പോയെങ്കിൽ എന്താ, എല്ലാവരും ട്രിപ്പ് അങ്ങ് നടന്നില്ലേ, എന്തൊക്കെയായിരുന്നു ട്രിപ്പ് നടന്നില്ലേ, ചാകൂന്നോ പിടിക്കൂന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ട്രിപ്പ് നടന്നു, പക്ഷെ കട നഷ്ടത്തിലായി പോയെന്ന് പറയാം. ഈ സമയം ആകാശ് വന്നിട്ട് അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ പറയണേ, പിന്നെ ഇങ്ങനെ പറയാതെ എന്ത് ചെയ്യണം, എല്ലാത്തിനും കാണാൻ നീ ഒറ്റ ഒരുത്തനാ. അവന് ട്രിപ്പ് പോകണം പോലും, കല്യാണം കഴിഞ്ഞ് ഹണിമൂൺ പോകണം, അത് പോകണം ഇത് പോകണം, പിന്നീട് ആരിന്റെ അടുത്തേക്ക് എല്ലുവാണ്, എല്ലാത്തിനും കാരണം നീയല്ലേ ഇവനെ ഓരോന്ന് പറഞ്ഞ് ചാട്ടയ്ക്ക് എട്ടുന്നേ, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് ചോദിക്കാം. അച്ഛൻ ഞാൻ എന്ത് ചെയ്തെന്നാ, ഹണിമൂൺ ട്രിപ്പ്, ആ ട്രിപ്പ്, ഈ ട്രിപ്പ്, ഇതോടുകൂടെ അങ്ങ് നിർത്തിയാരെ, കയ്യിലിരിക്കുന്ന പൈസയും പോയി കിട്ടി, വല്ല പ്രയോജനം ഉണ്ടായോ, ഇപ്പൊ എല്ലാവർക്കും സമാധാനമായല്ലോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. മീനാക്ഷിക്ക് വല്ലാത്ത സങ്കടം വന്നു. ഈ സമയം ബാലൻ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ചെന്ന് കഴിയുമ്പം അയാൾ ആ കസ്റ്റമർ തിരികെ കടയിലേക്ക് വന്നില്ലെങ്കിൽ എല്ലാത്തിനെയും കാണിച്ചു തരുന്നുണ്ട്, എല്ലാത്തിനും ട്രിപ്പിന്റെ കൊതിയാൻ മാറ്റി തരുന്നുണ്ട് എന്നും പറഞ്ഞ് ബാലനെ കൊണ്ട് ചവിട്ടി കുലുക്കി അങ്ങോട്ട് പോവാണ്. ഈ കാഴ്ച കണ്ടതും മീനാക്ഷിക്ക് വല്ലാത്ത സങ്കടം വന്നു. മീനാക്ഷി അങ്ങോട്ട് മാറിപ്പോവാ. പിന്നീട് ബാലൻ പോയി തനിച്ചിരുന്ന് കഴിയുമ്പോഴത്തേനും ഗോമതി അങ്ങോട്ട് ചോദിച്ചു, എന്താ ബാലേട്ട എങ്ങനെയൊക്കെ, ബാലേട്ടൻ എന്തിനാ എങ്ങനെ ദേഷ്യപ്പെട്ടെ, ആ കുട്ടിയും കൂടെ ഉണ്ട്, ആകാശം മാത്രം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അവൾക്ക് എന്ത് തോന്നിക്കണോ ആ മീനാക്ഷിക്ക്, എന്ത് തോന്നാന്, എന്ത് തോന്നിയാലും എനിക്കിപ്പോ എന്താ കുഴപ്പമിരിക്കണേ, ഞാൻ പറയാനുള്ള ആളുടെ മുഖത്ത് നോക്കിയാലും പറയും, ചെറിയ കസ്റ്റമർ ഒന്നുമല്ല, കട തുടങ്ങിയപ്പോൾ മുതലുള്ള കസ്റ്റമറാ, ഞാൻ ആ കട ഈ വീട്ടിൽ കൊണ്ടേ ആക്കാനായിട്ട് എത്രമാത്രം ബുദ്ധിമുട്ടിട്ടുണ്ടെന്നറിയോ, അതിപ്പോ ഇവറ്റകളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഒരു നിമിഷം കൊണ്ട് എങ്ങനെ തല്ലി തകർക്കാന്നാ ഇവര് ചിന്തിച്ചുകൊണ്ടിരിക്കണേ. ഈ സമയം മീനാക്ഷിയുടെ അടുത്ത് ആകാശം എന്നിട്ട് സോറി പറയാ, സോറി മീനാക്ഷി, ആകാശ് എന്തിനാ ഇപ്പൊ എപ്പോഴും സോറി പറയുന്നേ, സ്വന്തം വില ഇല്ലാതാക്കണേ, ഈ സോറിയുടെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ തന്നെ മനുഷ്യരുടെ ഭ്രാന്ത് പിടിച്ചിരിക്കുക, നല്ലൊരു ട്രിപ്പാണ് പോലും, എന്ത് ട്രിപ്പാണെന്നാ പറയണേ, ഒരു ട്രിപ്പ് വന്നിട്ട് നേരെ മണ എന്തേലും കാഴ്ചകൾ കാണാനും പറ്റിയോ, ഒന്നിനും പറ്റിയില്ല, വെറുതെ ഇങ്ങോട്ട് വന്നു. ഇത് കടം ആകാശ് പറഞ്ഞു, മീനു എന്നോട് ക്ഷമിക്ക്, ഞാൻ പറഞ്ഞല്ലോ ആകാശേ, നീ ദൈവത്തോർത്ത് എൻ്റെ ഇടയ്ക്ക് നിന്ന് പോകും, ഇപ്പൊ അച്ഛൻ പറഞ്ഞ പോലെ പറയാൻ അറിയത്തില്ലാഞ്ഞിട്ടല്ല, അച്ഛൻ്റെ കാര്യങ്ങൾ എപ്പോഴും എല്ലാവരും തുറന്നു പറയാം, മറ്റുള്ളവർക്കൊന്നും പറയാൻ പാടില്ല, മറ്റുള്ളവർക്കും വികാരങ്ങളും വിചാരങ്ങളും ഉണ്ട്, അതെന്താ അച്ഛൻ മനസ്സിലാക്കാത്തെ, എനിക്ക് തിരികെ പറയാൻ അറിയത്തില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ആ സമയത്ത് ഞാനൊന്നും മിണ്ടാതിരുന്ന കാരണം എന്താണെന്നറിയാവോ, പിന്നെ മറ്റുള്ളവരെ വേദനിപ്പിക്കേണ്ടെന്ന് കരുതി മാത്രമാ. മീനു സോറി ഇട്ടു, പോട്ടെ ഇനിയിപ്പോ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കണ്ട, കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുക. ഈ സമയത്ത് വണ്ടിയുടെ ഡ്രൈവർ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞാൽ, അതേ മുതലാളി അന്വേഷിക്കുന്നുണ്ടെന്ന് പറയാണ്. അന്വേഷിക്കുന്നുണ്ടോ, അതെന്താ പോലും, എന്താണെന്ന് അറിയത്തില്ല, എന്നോട് നിങ്ങളെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു പറയാം, അച്ഛൻ എവിടെയെന്ന് ചോദിക്കും, അച്ഛൻ അപ്പുറം ഉണ്ടല്ലോ എന്ന് പറയാണ്. അങ്ങനെ അവര് അങ്ങോട്ട് പോവാണ്. പിന്നീട് ബാലന്റെയും ഗോമതിയുടെ അടുത്തേക്ക് അവരും കൂടി ചെല്ലുക. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മുതലാളി പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ പറയുന്നത്, ഓണർ പറഞ്ഞ കാര്യങ്ങളൊക്കെ, കാരണം ഇനിയിപ്പോൾ 2 ദിവസത്തേന് നല്ല മഴ ഇടിയൊക്കെ ആയിരിക്കും, മണ്ണിടിച്ചിലിന് സാധ്യതയൊക്കെ ഉണ്ട്, അതുകൊണ്ട് പോവുകയാണെങ്കിൽ ഇപ്പൊ തന്നെ പൊക്കോളാൻ പറഞ്ഞു. ഇത് കേട്ടതും ബാലിനകത്ത് നോക്കിയിരിക്കുമായിരുന്നു. ബാലൻ ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ ഇപ്പൊ തന്നെ ഇറങ്ങിക്കോളാം, ബാഗൊക്കെ പാക്ക് ചെയ്തു, ആകാശ ആര്യ പെട്ടെന്ന് റെഡിയാവാൻ പറയാണ്. മീനാക്ഷിക്ക് വല്ലാത്ത സങ്കടമായി. ആര്യം പറഞ്ഞു, അച്ഛാ 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നല്ലേ നമ്മൾ പ്ലാൻ ചെയ്തേ, ഇന്നും കഴിഞ്ഞ് നാളെ 1 ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോയാൽ പോരെ, എന്താ വെച്ചാ നമ്മൾ ട്രിപ്പ് വന്നല്ലേ, സന്തോഷിക്കാൻ വേണ്ടി വന്നല്ലേ, സന്തോഷം പോലും, ഇവിടെ ഒരു കസ്റ്റമർ പോയ വിഷമത്തിൽ ഞാനിരിക്കുക, അപ്പോഴാണ് അവൻ്റെ ഒരു സന്തോഷം, അല്ല നിന്നെയൊന്നും ഇതൊന്നും ബാധിക്കുന്ന കാര്യമല്ലോ, നിനക്കൊക്കെ ഇങ്ങനെ ദൂർത്തടിച്ച് കളഞ്ഞാൽ പോരെ, മനുഷ്യന്റെ വേദനയും വിഷമവും നിനക്കൊക്കെ അറിയണോന്ന് ചോദിക്കുക. പിന്നീട് ആരും ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോവാണ്. ഈ സമയം ഒരു കാര്യം കൂടെ വിളിച്ചു പറഞ്ഞു ബാലൻ, അതെ നിൽക്കേണ്ടവർക്ക് എവിടെ നിൽക്കാം, ഞങ്ങൾ അങ്ങോട്ട് പോവാ, നിങ്ങൾ ട്രിപ്പോ മൂണോ എന്ത് വെള്ളം കഴിച്ചിട്ട് അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയാം. മീനാക്ഷിക്ക് മനസ്സിലായ തനിക്കിട്ടുള്ള വെപ്പാന്ന്. മീനാക്ഷി ഒന്നും മിണ്ടിയില്ല. അങ്ങനെ മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി അടുത്തേക്ക് ആര്യം വന്നിട്ട് പറഞ്ഞു, മീനു, ആര്യനല്ല ആകാശം വന്നിട്ട് പറഞ്ഞു, മീനു സോറി ഇട്ടോന്ന് പറയണേ. എന്തിനാ ആകാശം എപ്പോഴും സോറി പറയണേ, എനിക്കൊരു കുഴപ്പമില്ല, ഓക്കെ ആന്ന് പറയണേ. കുഴപ്പമില്ല ഇല്ലാന്നേ, എനിക്കറിയാം ആകാശിന്റെ വിഷമം, അല്ലെങ്കിൽ ആകാശമല്ലല്ലോ ഇവിടെ കാരണക്കാരൻ, ഇപ്പം മഴയൊക്കെ വന്ന ആരുടെ കുഴപ്പം കൊണ്ടാ, പിന്നെ അച്ഛന്റെ തീരുമാനം, ഇനിയിപ്പൊ ആകാശ് എന്നോട് ക്ഷമയൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇത് കേട്ടതും ആകാശിന് സന്തോഷമായി. മീനാക്ഷിയെ ചേർത്ത് പിടിക്കുകയാണ്. ചേർത്ത് പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേനും കോളിംഗ് ബെൽ അടിച്ചു.
നശൂലം പിടിക്കാനായിട്ട് ഈ കോളിംബെൽ എന്നെ അടിച്ച് ഞാൻ പറിക്കും എന്ന് മീനാക്ഷി പറയാണ്. പിന്നീട് പോയി കഥ തുറന്നു നോക്കിയപ്പോൾ ആ റൂമിൽ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകാനായിട്ട് വന്നായിരുന്നു, വണ്ടിയെ കൊണ്ടേ വെക്കാനായിട്ട് ബായിക്ക്. അങ്ങനെ ബായി കൊടുത്താണ് പോയി കഴിയുമ്പോഴത്തേനും ആ പുറകെ തന്നെ ആകാശും മീനാക്ഷിയും കൂടെ ഇറങ്ങുവാണ്. പിന്നീട് കാണിക്കുന്ന എല്ലാവരും കൂടെ വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഡ്രൈവർ പറഞ്ഞു, അതെ പൈസ ഇത് പോരാ സാർ, 2000 രൂപ കൂടെ വേണമെന്ന് പറയാം. 3000 രൂപ എന്നല്ല നീ പറഞ്ഞ ഇത്ര പൈസ മൊത്തം ഉണ്ടെന്ന് പറയണം. അല്ല സാർ, പൂമ്പാമ്പലത്തിലേക്ക് പോകുന്ന സമയത്ത് ഇച്ചിരി ചുറ്റി വളഞ്ഞ വഴിയെ കൂടെ പോയത്. അപ്പം ആ വഴി പോയാമെന്ന് എല്ലാവരും പറഞ്ഞോണ്ടാ ഞാൻ അപ്പോഴേ പറഞ്ഞു കുറച്ച് പൈസ കൂടുതലാവും, കിലോമീറ്റർ ഉണ്ടെന്ന്. എന്നാലും 2000 രൂപയോ? എന്താ സാർ അങ്ങനെ പറഞ്ഞു? ഞാൻ കിലോമീറ്റർ നോക്കിയാ പണം മേടിച്ചേക്കുന്നേ, അല്ലാതെ കൂടുതലായിട്ടൊന്നും മേടിച്ചിട്ടില്ലെന്ന് പറയാം. ഇത് കേട്ടതും പാലമുടി ഒരു 5 പൈസ പറഞ്ഞു, ഞാൻ ഇനി കൂടുതൽ തരത്തില്ലെന്ന് പറയണം. മീനാക്ഷി പെട്ടെന്ന് എന്ത് ചെയ്യാണ്, ഒരു 2500 രൂപ എടുത്ത് നീട്ടിട്ട് പറഞ്ഞു, എന്നാട്ടാ 500 രൂപയും കൂടെ കൂടുതലുണ്ടെന്ന് പറയാം. ചേഞ്ച് എൻ്റെ ഇല്ല. അതൊന്നും കുഴപ്പമില്ല, ഇത് വെച്ചോ, 2500 രൂപ വെച്ചോ, ഇത്ര ദിവസം ഞങ്ങൾക്ക് വേണ്ടി ഓടിയതല്ലേ, 2500 രൂപ വെച്ചോളാൻ പറയാണ്. അയാൾ ആ പൈസ മേടിച്ച് കഴിയുമ്പോഴത്തേനും ബാലൻ പറഞ്ഞു, അതെ ആ പൈസ അങ്ങോട്ട് തിരിച്ചു കൊടുക്കാൻ പറയാം. അതെന്താ? അങ്ങ് തിരിച്ചു കൊടുത്താൽ മതി. ബാലൻ 2500 രൂപ എടുത്ത് നീട്ടിട്ടുണ്ട്. നിന്നാ 2500 രൂപ അങ്ങോട്ട് വെച്ചോളാൻ പറയാണ്. പിന്നെ അയാൾ പൈസയും മേടിച്ചോണ്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് മീനാക്ഷി അകത്തേക്ക് കയറി പോകാൻ തുടങ്ങുമ്പോഴത്തേനും ബാലൻ പറഞ്ഞു, അവിടെ നിൽക്കാൻ പറയാണ്. എന്താച്ചാ, നിന്റെ പൈസയാണെന്നുള്ള അഹങ്കാരമല്ലേ നീ കാണിച്ചേ? അല്ലച്ചാ, അച്ഛനൊന്ന് ഓർത്ത് നോക്കി, നമുക്ക് വേണ്ടല്ലേ ആ ചേട്ടൻ ഇത്രയും ദിവസം വന്ന് കഷ്ടപ്പെട്ടെ. അപ്പോൾ ഒരു 2000 രൂപയും കൊടുത്തു, പിന്നെ അതിൻ്റെ കൂടെ 500 രൂപ എക്സ്ട്രാ കൊടുക്കണം, നമ്മുടെ കടമയല്ലേ, ഒരു ടിപ്പ് കൊടുക്കേണ്ടത് നല്ലതല്ലേ എന്ന് ചോദിക്കുകയാണ്. ആരും പറഞ്ഞു, ശരിയാ മീനാക്ഷി ചേച്ചി ചെയ്താ ശരിയായിട്ടുള്ള കാര്യം. ഇത് കേട്ടതും ബാലൻ പറഞ്ഞു, എൻ്റെ പൈസയൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഇങ്ങനെ ദൂരത്തടിച്ച് കളയാനൊന്നും എൻ്റെ പൈസയില്ല, അറിയാലോ. നീക്ക് എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? കുടുംബം നോക്കാൻ എനിക്ക് അറിയത്തില്ലെന്നോ? എനിക്ക് കുടുംബം നോക്കാൻ നല്ല അന്തസ്സായിട്ട് അറിയാം എന്നും പറഞ്ഞതും ഭയങ്കരമായിട്ട് മീനാക്ഷിയെ കുറ്റപ്പെടുത്തുക. മീനാക്ഷി പറഞ്ഞു, അച്ഛൻ എന്ത് തോന്നിയിട്ടും കാര്യമൊന്നുമില്ല അച്ഛാ, ഞാൻ ഒരു നല്ല കാര്യം ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്ന് പറഞ്ഞിട്ട് മീനാക്ഷി അങ്ങോട്ട് കയറി പോവാ. ഈ സമയമാണ് ധർമ്മനും ആനന്ദം കൂടെ അങ്ങോട്ട് ഇരുന്നത്. ധർമ്മന് മനസ്സിൽ എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്, അതാണ് അളിയൻ അങ്ങോട്ട് പാഞ്ഞു പെറുക്കി കയറിപ്പോയത്. പിന്നീട് ഇതിനെക്കുറിച്ച് ഒന്ന് ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നം എന്നൊക്കെ. ഈ സമയം ആരും പറഞ്ഞു, എന്ത് ചെയ്യാനാ, ഇനി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, വരാനുള്ളത് വഴി തങ്ങുമല്ലോ എന്ന് പറയാണ്. പിന്നീട് എല്ലാവരും അങ്ങോട്ട് കയറി പോവാ. ഈ സമയത്ത് കൃഷ്ണമംഗലത്തെ നന്ദിയുടെ ഫോണിലേക്ക് കോള് വരുവാണ്. അനന്തനാണ് വിളിക്കുന്നത്. ആ മിത്ര വന്നോന്നൊക്കെ ചോദിക്കുക. ഇല്ല, മിത്രനെ കൂട്ടിക്കൊണ്ടുപോകാൻ അലോക് പോയിട്ടുണ്ട്, കോളേജിലേക്ക് വണ്ടി വന്നതാ പറഞ്ഞേ, ഇപ്പൊ തന്നെ വരൂന്ന് പറയാം. ശരി, പിന്നെ കല്യാണക്കാര്യത്തെക്കുറിച്ചൊന്നും പറയണ്ട കേട്ടോ എന്ന് പറയാം. ഇല്ല, ഞാൻ പറയണില്ല എന്ന് പറയാം. അങ്ങനെ ഫോൺ വെച്ചു കഴിഞ്ഞപ്പോൾ മുത്തശ്ശിയും രാജേശ്വരി അങ്ങോട്ട് വരുന്നേ. ഈ സമയം അവരോട് മിത്രയുടെ കല്യാണക്കാര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. 2 ദിവസത്തിനുള്ളിൽ മിത്രനെ പെണ്ണ് കാണാൻ ആ പയ്യൻ വരുമെന്നാ പറഞ്ഞ, ഓസ്ട്രേലിയയിൽ നിന്ന്. അവൻ നാട്ടിൽ വരുന്നുണ്ട്. അപ്പൊ പെണ്ണ് കണ്ടിട്ട് പോകാനായിട്ടാ ഉടനെ കല്യാണം നടത്തുമെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷെ മിത്രയോട് ഇപ്പൊ പറയണ്ടെന്ന് ആനന്ദേട്ടൻ പറയണേ. അതെന്താ? മിത്ര മറിയായിരുന്നിട്ട് എങ്ങനെ ശരിയാവുന്നതെന്ന് മുത്തശ്ശി ചോദിക്കുക. അല്ല, അവൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, നേരത്തെ അവൾ ഈ കല്യാണക്കാര്യത്തെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ മുടക്കം പറഞ്ഞല്ലേ, ഇനിയിപ്പോൾ അവൾ അറിയണ്ട, പെണ്ണ് കാണാൻ വന്നിട്ട് അറിഞ്ഞാൽ മതി എന്ന് ആനന്ദേട്ടൻ പറഞ്ഞേ. ഇത് കേട്ടപ്പോൾ രാജേഷ് അത് ശരിയോ, ഒരു നല്ല കാര്യമോ എന്ന് പറയാണ്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുത്തശ്ശി എന്നുള്ള വിളി കേട്ട് നോക്കിയപ്പം മിത്ര, മോള് വന്നോ? പിന്നീട് ബായൊക്കെ വെച്ചിട്ട് പറഞ്ഞു, എങ്ങനെയായിരുന്നു മോളുടെ യാത്രയൊക്കെ? സുഖമായിരുന്നു മുത്തശ്ശി, ഒരു കുഴപ്പമില്ലായിരുന്നു പറയാം. അല്ല, ആരിനെ അവിടെ ഒന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയെന്നൊക്കെ പറയുന്ന കേട്ടല്ലോ. അതൊന്നും കുഴപ്പമില്ല, അവൻ അവരുടെ വീട്ടുകാരുമായിട്ട് അങ്ങനെ ടൂർ വന്നപ്പോഴേ അങ്ങോട്ട് വന്നാന്ന് പറയാം. ഈ സമയം രാജേഷ് പറഞ്ഞു, മോളെ വല്ല പ്രശ്നം ഉണ്ടായിരുന്നോ? എന്ത് പ്രശ്നം? ഒരു കുഴപ്പമില്ലെന്നേ. ഈ സമയം മുത്തശ്ശി പറഞ്ഞു, അല്ലെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടാക്കാനാ, ആരിനെ അങ്ങോട്ടായിട്ട് പോയതല്ലോ, ഇവിടെ കാണാൻ വേണ്ടി പോയതൊന്നുമല്ല, അവർ ട്രിപ്പ് പോയപ്പോൾ അവിടെ കയറി തന്നല്ലേ പറഞ്ഞേ, ഇവിടെ അപ്രതീക്ഷിതമായിട്ട് കണ്ടതാ. അലോക് പറഞ്ഞു, അവനോട് പോയി 2 പറയേണ്ടത് ഞാൻ. ഇത് കേട്ടപ്പോൾ മിത്ര പറഞ്ഞു, എന്തിനാ പോയി പറയണേ? അങ്ങനെ പറയാൻ പോയിട്ടുണ്ടെങ്കിൽ അതവൻ്റെ ബലമാവൂലേ, അവൻ വലിയ എന്തോ സംഭവമാണെന്ന് അവൻ വിചാരിക്കും, അതിൻ്റെ ആവശ്യമൊന്നുമില്ല അലോകേട്ടാന്ന് പറയാ. അതെങ്കിൽ ശരി, ഞാൻ അങ്ങോട്ട് കയറിപ്പോട്ടെ, പിന്നെ നിങ്ങൾക്കായിട്ട് ഞാൻ കുറെ ഗിഫ്റ്റുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയണം. അങ്ങനെ എല്ലാവർക്കും ഉള്ള ഗിഫ്റ്റൊക്കെ എടുത്ത് കൊടുക്കുക, കൊടൈക്കനാലിൽ മേടിച്ചെന്ന് പറഞ്ഞുകൊണ്ട്. ഈ സമയം രാജേഷ് പറഞ്ഞു, അല്ല മോളെ, അവൻ വന്ന് പ്രശ്നം ഉണ്ടാക്കിയ കാര്യം അച്ഛനോട് പറയണ്ടേ? അച്ഛനോട് ഞാൻ അതിനെക്കുറിച്ച് അപ്പോഴേ പറഞ്ഞായിരുന്നു. അല്ല, ഇനി അവൻ വല്ല പ്രശ്നം ഉണ്ടാക്കാൻ വരുമോ? ഇനിയിപ്പോൾ ചെറുക്കൻകൂട്ടർ വരുന്ന സമയത്താണെങ്കിലോ? ചെറുക്കൻകൂട്ടർ അതാരാ? പെട്ടെന്നാണ് രാജേഷിക്ക് അബദ്ധം മനസ്സിലായത്. പറയലെന്ന് പറയുകയും ചെയ്താ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ആകെപ്പാടെ പെട്ടുപോയൊരവസ്ഥ. ദേഷ്യം വന്നിട്ട് ഒരു രക്ഷയില്ലായിരുന്നു മുത്തശ്ശിക്ക്. പെട്ടെന്ന് മുത്തശ്ശി, അത് പിന്നെ മോളെ, ഈ പ്രായമൊക്കെയല്ലേ, ഇഷ്ടംപോലെ കല്യാണാലോചനകളൊക്കെ വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് അവൾ അറിയാതെ പറഞ്ഞു പോയതാന്ന് പറഞ്ഞു. ഓ, അത്രയുള്ള കാര്യം, ഞാനോർത്ത് മറ്റെന്തോ ആയിരിക്കുമെന്ന്. ശരി ശരി, ഞാൻ പോയി റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്.
ഈ സമയം മുത്തശ്ശി രാജേശ്വരോട് പറഞ്ഞു, നിന്നോട് എന്തേലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ അത് എല്ലാവരുടെ മുമ്പ് വിളിച്ചു പറഞ്ഞോണെന്ന് പറയാം. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതല്ലേ അമ്മയെന്ന് പറയാ. പിന്നീട് ബാലൻ പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ട്രിപ്പ് എന്നത്തോടുകൂടി അവസാനിച്ചു. ഇനി ഒരു ട്രിപ്പും ഇല്ല, ഒന്നുമില്ല. ഇനി കുറെ കാലത്തേക്ക് ഒരിടത്തേക്ക് ഒരു യാത്ര ഇല്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ആര്യം പറഞ്ഞു, അതെങ്ങനെ ശരിയാവോ വെച്ചാ? അതെന്താടാ അങ്ങനെ പറഞ്ഞേ? അല്ല ഇതെന്ന് പറഞ്ഞ ട്രിപ്പ് എന്ന് പറയാൻ പറ്റുമോ? അതെന്താ ഇത് ട്രിപ്പ് അല്ലായിരുന്നോ എന്ന് ചോദിക്കുക. ഇത് ട്രിപ്പ് ആയിരുന്നോ വെച്ചാ? വെറുതെ അവിടം വരെ പോയിട്ട് തിരികെ വന്നു. ഇത് കേട്ടൻ ബാലൻ പറഞ്ഞു, നീയൊക്കെ പിന്നെ എന്താ ഉദ്ദേശിക്കുന്നത്? ഓ നീയൊക്കെ വലിയ വലിയ പുള്ളികളാണല്ലോ. ഇവിടെ പൈസ ഉള്ളവർ വേറെയുണ്ടോ? ഒരു കാര്യം ചെയ്യാം, അവരുടെ കൂടെ നീ അങ്ങോട്ട് പോയാൽ മതി, എന്നെ വിട്ടേരെ. അത് മാത്രമല്ല ഇനി ബാലിന് അനുവദിച്ചിട്ട് ഇവിടുന്ന് ആരും ഒരു ട്രിപ്പും പോകത്തില്ലെന്ന് പറഞ്ഞിട്ട് ബാലിനകത്തേക്ക് കയറി പോവാം. ഈ സമയം ധർമ്മൻ ചോദിച്ചു ആരിനോട്, എങ്ങനെയുണ്ടായിരുന്ന ട്രിപ്പ്? പക്ഷെ എൻ്റെ പൊന്നോ, ഇത് ട്രിപ്പ് എന്നൊക്കെ ഇനി പറയാൻ പറ്റുമോ? ഈ സമയം ഗോമതി പറഞ്ഞു, എന്തായിരുന്നു അവിടെ കുഴപ്പം? ഓ ഞാൻ അവിടെ ചെന്ന് നല്ല നല്ല ഓർമ്മകളൊക്കെ ആയി വരക്കി. ഇത് കേട്ട ആരും ചെന്നിട്ട് പറഞ്ഞു, ആ അമ്മയ്ക്ക് ട്രിപ്പായിരുന്നു, അമ്മ എൻജോയ് ചെയ്തു, പക്ഷെ ഞങ്ങളുടെ കാര്യം അങ്ങനെയല്ല എന്ന് പറയാണ്. ഇതും പറഞ്ഞിട്ട് ആര്യം ഞങ്ങോട്ട് കയറിപ്പോയി. പെട്ടെന്ന് ധർമ്മം വന്നിട്ട് പറഞ്ഞു, ഞാൻ എന്തോ പുണ്യം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ജന്മത്തിൽ, അതാണ് നിങ്ങളോട് ഞാൻ കൊടൈക്കനാലിൽ വരായിരുന്നത്. ഓ ദൈവമേ നീ എന്നെ രക്ഷിച്ചെന്ന് പറഞ്ഞ് ധർമ്മം കയറി പോവാണ്. ഈ സമയം ഗോമതി വന്നിട്ട് മീനാക്ഷി വിളിച്ചു, മോളെ മീനു എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ്? നല്ല അടിപൊളി ട്രിപ്പല്ലായിരുന്നോ? ആണോന്ന് അമ്മേ, ഇത്ര നല്ല ട്രിപ്പ് ഞാൻ ഇതിനു മുമ്പ് പോയിട്ടേ ഇല്ലെന്ന് പറയണേ. ഇത് കേട്ടപ്പോൾ ആകാശ് ദയനീയതയോടെ മീനുവിന്റെ മുഖത്തേക്ക് നോക്കുക. അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.